ഹായ് നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം. അപ്പം നമ്മൾ LGSന്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയി തരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പരീക്ഷ എഴുതി നോക്കണേ കേട്ടോ. അതുപോലെ തന്നെ താഴെ സൗജന്യ ക്ലാസ്സിന്റെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് കയറി ജോയിൻ ചെയ്യാം. ഇതുപോലെ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എന്താണോ PSC LGSന് വേണ്ടി തന്ന സിലബസ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മോക്ക് ടെസ്റ്റ് മോഡൽ ക്ലാസ്സുകളെല്ലാം തന്നെയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏറ്റവും യൂസ്ഫുൾ ആവും. പരീക്ഷ വരെ എന്തുണ്ടാവും, ഈ ഒരു കോഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലഭിക്കാനായിട്ട് താഴെ ലിങ്കിൽ കയറി ജോയിൻ ചെയ്തോളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും മാർക്ക് രേഖപ്പെടുത്തുക. ആവശ്യം നിങ്ങളുടെയാണ്, പരീക്ഷ ഇത് നിങ്ങളാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ നിലവാരത്തെ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത് ആ ഒരു നിലവാരം നോക്കുക. നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് നമ്മൾ പഠിക്കാതെ പോയത്, ആ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. അപ്പം മാർക്ക് എല്ലാവരും താഴെ കമൻ്റ് ആയിട്ട് ഇടണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ LGSന്റെ പുതിയ ബാച്ച് എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രീമിയം ബാച്ചാണ്. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും SCERT NCERT ക്ലാസ്സുകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടും ഡെയിലി പഠിക്കാനുള്ള മേഖല, അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും പരീക്ഷ, കറണ്ട് അഫയേഴ്സ്, PSC ബുള്ളറ്റിൻസ് എല്ലാം തുടങ്ങിയിട്ടുള്ള ബാച്ചാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ 9446537080 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ എയിംസിന്റെ റിസൾട്ടുകളാണ്. ഓരോരുത്തർ ഗവൺമെന്റ് ജോലിയിലേക്ക് കയറിപ്പോയ റിസൾട്ടുകളാണ്. അപ്പം നാളെ നിങ്ങളും ഒരാളായിട്ട് മാറണം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, ആദ്യ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? താഴെ പറയുന്ന ഏതൊക്കെയാണ് എന്നാണ്. ഹീമോഫീലിയ, ഹെപ്പറ്റൈറ്റിസ് B, HIV വൈറസ്. ഇതിൽ ഏതൊക്കെയാണ് വരിക? ആൻസർ കമന്റ് ചെയ്യുക. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബയോളജിയുടെ ഭാഗങ്ങൾ. അപ്പൊ ഏതാ അവര് ആൻസർ ആയിട്ട് വരിക? നമുക്ക് നോക്കാം അല്ലെ. ഓപ്ഷൻ അവിടെ B വരും. ഏതാണ് B? രണ്ടാമത്തെയും മൂന്നാമത്തെയും അല്ലെ. ഹെപ്പറ്റൈറ്റിസ് Bയും അതുപോലെ തന്നെ HIV വൈറസുമാണ്. ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം, ടൈഫോയിഡ് സ്ഥിരീകരിക്കാനുള്ള രോഗനിർണയ ടെസ്റ്റ് ഏതാണ്? വൈഡൽ ടെസ്റ്റ്, എലീസ, ECG, ബയോപ്സി. ഏതാ അവിടെ ആൻസർ വരിക? ഓപ്ഷൻ എ അല്ലെ, വൈഡൽ ടെസ്റ്റ് ആണ്. ബയോപ്സി എന്തിനാണ്? ക്യാൻസർ അല്ലെ. എലീസ HIV വൈറസ് ടെസ്റ്റ് ചെയ്യുക അല്ലെ. HIV ടെസ്റ്റ് ചെയ്യാനാണ്. ഡോട്ട്സ് ആണെങ്കിലോ ക്ഷയം അല്ലെ. ഇഷിഹാര ടെസ്റ്റ് മാലക്കണ്ണ്. കുഷ്ഠമാണെങ്കിൽ ഹിസ്റ്റാമിൻ ടെസ്റ്റ് ആണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ആഗ്നേയഗ്രന്ഥി, കരൾ, വൃക്ക, പീയൂഷ ഗ്രന്ഥി. ഇവിടെ ആൻസർ ഏതായിട്ടാ വരിക? കരളാണ് അല്ലെ. മനുഷ്യന് ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ചോദിച്ചത് അല്ലെ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ചോദിക്കുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് കേട്ടോ. ആഗ്നേയ ഗ്രന്ഥി എന്താണ്? പ്രമേഹത്തിന് കാരണമാവുന്നു അല്ലെ. പീയൂഷ ഗ്രന്ഥി എന്താണ്? മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയാണ് എന്ത്? ഈ പീയൂഷ ഗ്രന്ഥി എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി അല്ലാത്തതേത്? ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു എന്ന് പറയുന്നു. അത് അവിടെ ശരിയാണോ? അല്ല അല്ലെ. അത് തെറ്റല്ലേ? ദെൻ ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുന്നു. അത് അവിടെ എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഡയബറ്റീസ് മെൽറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകുന്നു. ശരിയാണ്. ഡയബറ്റീസ് മെൽറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നു. അതും എന്താണ്? അവിടെ ശരിയാണ് അല്ലെ. അപ്പൊ അവിടെ തെറ്റായ പ്രസ്താവനയല്ലേ ചോദിച്ചത്? ഓപ്ഷൻ ഡി അല്ലെ. ഓപ്ഷൻ ഡി ഒന്ന് മാത്രമാണ് തെറ്റായില്ലേ. ഇൻസുലിൻ കണ്ടെത്തിയ ആരാണ്? ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് വെസ്റ്റുമാണെന്ന് ഓർത്തു വെക്കുക. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഏതൊക്കെയാണ്? ഇൻസുലിൻ അതുപോലെ ഗ്ലൂക്കോഗണുമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത അഞ്ചാമത്തെ ചോദ്യം, രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു?
ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എന്നും ചോദിക്കുക അല്ലെ. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി അല്ലെ, ടെറ്റനി എന്ന പേരിലാണ് അല്ലെ. ഗൗട്ട് എന്താണ്? യൂറിക് ആസിഡ് അസ്ഥികൾ അടിഞ്ഞുകൂടുന്നുണ്ടാവുന്ന ഒരു വീക്കത്തിനെയാണ് എന്ത് പറയാ? ഗൗട്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഏത് വിറ്റാമിൻ ആണ്? കെ ആണോ, സി ആണോ, എ ആണോ, ഇ ആണോ? ഓപ്ഷൻ എ അല്ലെ, വിറ്റാമിൻ കെ ആണ് അല്ലെ. വിറ്റാമിൻ എ എന്താണ്? കണ്ണും ത്വക്ക് മുടി എന്നിവിടെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെ. വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടി വിറ്റാമിൻ, അതിന്റെ അഭാവം വന്ധ്യതയാണ് എന്ന് ഓർത്ത് വെക്കുക. ഡി ആണെങ്കിലോ സൺഷൈൻ വിറ്റാമിൻ അല്ലെ, അഭാവം എന്താണ്? കണ എന്നും കൂടി മനസ്സിലാക്കി വെക്കണം. ദെൻ ഏഴാമത്തെ ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ്? പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഏത് രോഗമാണ് വരിക? ഓപ്ഷൻ ബി അല്ലെ, എൻഫിസിമ ആണ് ആൻസർ അല്ലെ. മലേറിയ ആണെങ്കിലോ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ന് ഓർത്തു വെക്കുക. ദെൻ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏത്? ഏത് പദ്ധതിയാണ്? സ്വാതന്ത്ര്യം, ശുഭയാത്ര, ആയുർദളം, മൃതസഞ്ജീവിനി. ഓപ്ഷൻ ഡി അല്ലെ, മൃതസഞ്ജീവിനി ആണ്. ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണ് എന്നുകൂടി മനസ്സിലാക്കുക. ദെൻ അടുത്ത ചോദ്യം, തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? സങ്കര ഇനം അല്ലാത്ത ചന്ദ്രലക്ഷ്യ, ലക്ഷഗംഗ, അക്ഷയ, ചന്ദ്രശങ്കര. ഓപ്ഷൻ സി വരും അല്ലെ. എന്താണ്? അക്ഷയ. അക്ഷയ എന്തിന്റെയാണ്? തക്കാളിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതാണ്? തക്കാളിയാണ്. പത്താമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏത്? നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുക? ഉൽപാദകർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. നമ്മളുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദെൻ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏത്? ഇന്ത്യ നിർമ്മിച്ച കോവാക്സിൻ, സ്പുട്നിക്, ഫൈസർ, ജോൺസൺ ആൻഡ് ജോൺസൺ. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഓപ്ഷൻ എ കോവാക്സിൻ ആണ്. ദെൻ നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏത്? നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏത്? ഏത് ജീവിയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. നമുക്കറിയാം നിപ്പ വൈറസ് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത 13ാമത്തെ ചോദ്യം, ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏത്? ആമാശയം, വൻകുടൽ, ചെറുകുടൽ, അന്നനാളം. നമുക്കറിയാം അല്ലെ. ഏതാണ്? അന്നഭാഗത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗമായ അല്ലെ ചെറുകുടലാണ്. എത്ര മീറ്റർ ഉണ്ടാവും? ഒരു 5-6 മീറ്റർ ഉള്ളതാണല്ലേ. വൻകുടലാണെങ്കിൽ 1.5 മീറ്റർ ആണ് നീളം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ചെറുകുടൽ 5 മുതൽ 6 മീറ്റർ വരെ ഉണ്ടാവും. ദെൻ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? നിശാന്തത, വർണ്ണാന്തത, ഗ്ലൂക്കോമ, തിമിരം. നിശാന്ത ഏതാണ്? ആൻസർ ഏതാ പറയാ? നിശാന്ത് അല്ലെ. വർണ്ണ ഡാൾട്ടണിസം എന്ന് പറയാം അല്ലെ. ഗ്ലൂക്കോമ എന്താണ്? അസാമാന്യമായിട്ടുള്ള മർദ്ദം മൂലം ഉണ്ടാകുന്ന അല്ലെ. സിറോപ്താലമി ആണെങ്കിലോ ജീവകം 8 ആണെന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ അടുത്ത ചോദ്യം, നെഫ്രട്ടീസ് മനുഷ്യരീരത്തിലേക്ക് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നെഫ്രട്ടീസ് ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി അല്ലെ, വൃക്കയാണ് അവിടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. ഏതാണ്? ഓപ്ഷൻ ബി, വൃക്കയാണ് അവിടെ ആൻസർ. കാരണം ഹെപ്പറ്റൈറ്റിസ് ബാധിക്കും കേട്ടോ. പാർക്കിൻസൺസും അപസ്മാരൊക്കെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നതാണ്. ഇത് ഓർത്തു വെക്കുക. ദെൻ ഹൃദ്രോഗമാണ് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടത്. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാ അവിടെ ചോദിച്ച തെറ്റായ പ്രസ്താവനയാണല്ലേ?
പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇത് എന്താണ്? കരളാണ് വരിക അല്ലെ. ദെൻ പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. ദെൻ പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു അല്ലെ, അതും അവിടെ എന്താണ്? തെറ്റല്ലേ. കൊഴുപ്പിനെയാണ് അവിടെ വിഘടിപ്പിക്കുന്നത്. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു അല്ലെ, അത് ശരിയാണ്. എവിടെയാണ് ശേഖരിക്കുക? പിത്താശയത്തിലാണ് എന്നും കൂടി മനസ്സിലാക്കുക കേട്ടാ. അപ്പൊ നമ്മളുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ അവിടെ സി വരും അല്ലെ. 1ഉം 3ഉം മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. 1ഉം 3ഉം. ക്ലിയർ ആണോ? മനസ്സിലായോ? ദെൻ അടുത്ത് 17ാമത്തെ ചോദ്യം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ് അറിയപ്പെടുക? നമ്മൾ അപ്പോഴേ പറഞ്ഞാലേ ഓപ്ഷൻ ഡി സിറോഫ്താൽമിയ എന്ന പേരിലാണ് അല്ലെ. വിറ്റാമിൻ എ അല്ലെ. പിന്നെ അഭാവ നിശാന്തത വരുത്തി എന്താണ്? കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത്. ഗ്ലൂക്കോമ എന്താണ്? നിശബ്ദനായ കാഴ്ച അപഹാരി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു അല്ലെ. സിറോഫ്താൽമി എന്താണ്? കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതമാകലെ അധാര്യമായി തീരുന്നതാണ് എന്ത്? സിറോഫ്താൽമിയ എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത് 18ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്ന എവിടെയാണ്? ചെവിക്കുടയിൽ, കശേരുക്കൾക്കിടയിൽ 2 അസ്ഥികൾ ചേർന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റിൽ. ഏത് ആൻസർ വരിക? ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്? ഓപ്ഷൻ ഡി. 4ഉം അവിടെ ശരിയല്ലേ? അടുത്ത ചോദ്യം 19ാം ചോദ്യം. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാ അവിടെ ആൻസർ വരിക? B3 ആണോ, സി ആണോ, ഇ ആണോ, കെ ആണോ? ആൻസർ ഓപ്ഷൻ ഡി അല്ലേ വരിക അല്ലേ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ഏത്? കെ എന്ന് അല്ലെ. ദെൻ പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? റുമാറ്റോയിഡ് ആണോ, ഓസ്റ്റിയോ ആണോ, ഗൗട്ട് ആണോ, മൈസ്തീനിയ ആണോ? ഇതാ വരെ ആൻസർ ഓപ്ഷൻ ബി അല്ലെ. ഓസ്റ്റിയോ പോറോസിസ് ആണ് അവിടെ ആൻസർ അല്ലെ. അണ്ടോൽപാദനം, സ്ത്രീ സവിശേഷത എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ അല്ലെ. അണ്ടാശയങ്ങൾ ഉൽപ്പാദിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? ഈസ്ട്രോജനും അതുപോലെ പ്രൊജസ്ട്രോണും അന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ദെൻ 21ാമത്തെ ചോദ്യം. നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഏത്? ഏത് സന്ധിയാണ്? ഗോളന സന്ധി, കീലസന്ധി, പര്യാണ സന്ധി, വിചാകിരി സന്ധി? ഓപ്ഷൻ ബി വരും അല്ലെ. ഏതാണ്? കീലസന്ധിയാണ് അല്ലെ. കഴുത്ത് തലയോട് നട്ടലിന്റെ മുകൾ ഭാഗത്തും ചേരുന്ന സ്ഥലം. വിചാകിരി എവിടെയാണ്? കൈമുട്ട്, കാൽമുട്ട്. ഗോളസന്ധി തോളലിൽ ഇടുപ്പല് കാണപ്പെടുന്നതാണ്. ഏത്? തോളല്, ഇടുപ്പല്, ഗോളസന്ധിയാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം. വംശനാശം സംഭവിച്ച ഹോമിനുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതഘടന സംബന്ധിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഇദ്ദേഹത്തിന് ജനിതകത്തെ കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് 2022 എന്തോ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ആരാ ആൻസർ വരിക? സ്വാൻഡെ പാബോ ആണ് അവിടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ഏത്? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നറിയപ്പെടുന്ന ഓപ്ഷൻ സി അല്ലെ, വിവ കേരളമാണ്. ഏതാണ്? ഓപ്ഷൻ സി, വിവ കേരളം. ദെൻ അടുത്ത ചോദ്യം. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഒരു കരൾ സംബന്ധ രോഗമാണ്. ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു. രക്തത്തിലെ ബിലിറുബിന്റെ അളവ് കൂടുന്നു. തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ് തെറ്റായ പ്രസ്താവന? കരളാണ് ശരിയാണല്ലേ. മലിനജലം ശരിയാണ്. രക്തത്തിലെ ബിലിറുബിൻ ഏതാണ്? ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ തെറ്റല്ലേ? നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ് അല്ലെ. ഏതാണ്? ഫൈലേറിയൻ വിരകളല്ല ആൻസർ. അപ്പൊ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ളത്. ദെൻ DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ജീൻ എഡിറ്റിംഗ്, ജീൻ തെറാപ്പി, DNA ഫിംഗർ പ്രിന്റിംഗ്, ജീൻ മാപ്പിംഗ്. ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക?
ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി വരും അല്ലെ. ആൻസർ ഓപ്ഷൻ ഡി, ജീൻ മാപ്പിംഗ് ആണ് വരുന്നത്. ദെൻ 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത്? തൊണ്ടമുള്ള, ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം. അല്ലാത്തതാ ചോദിച്ചത് അല്ലെ. ഏതാണ്? തൊണ്ടമുള്ളു അല്ലെ. അതെന്താ? ഡിഫ്തീരിയ കാരണമാണ് അല്ലെ. ഡിഫ്തീരിയ കാരണമാണ്, കാരണം ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ അത് മാത്രമല്ലാത്തത് ബാക്കി മൂന്നും അവിടെ ജീവിതശൈലി രോഗമാണ് അല്ലെ. ഹൃദയാഘാതം പറഞ്ഞാൽ എന്താണ്? ആദ്യമായി കൊളസ്ട്രോൾ രക്തക്കൊയിൽ അടിഞ്ഞുകൂടുന്ന രക്തപ്രവാഹം തടസ്സമാവുന്ന മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത്, ഈ ഹൃദയാഘാതം എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ. ഏതാ അവിടെ ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലെ. എലിപ്പനി കാരണമായ രോഗമാണ് ഏത്? ബാക്ടീരിയ ആണ് അല്ലെ. ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, പ്ലാഗ്, പിന്നെന്തുണ്ട്? ആന്ത്രോക്സ് ഉണ്ടാവും, വില്ലൻ ചുമ, ക്ഷയം, ടൈഫോയിഡ് ഒക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പൊ എലിപ്പനിക്ക് കാരണമായ രോഗമാണ് ബാക്ടീരിയ. ഓക്കെ. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിക്കുന്നവ ഏത്? അതായത് മാച്ച് ദ ഫോളോയിങ് ആണ് അവിടെ ചോദിച്ചത്. ഏതൊക്കെയാണ്? പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ ആണ് എന്ന് പറയുന്നു, അത് അവിടെ ശരിയല്ലേ? ദെൻ തൈറോയ്ഡ് ഗ്രന്ഥി, അത് തെറ്റാണ്, ആഗ്നേയ ഗ്രന്ഥിയാണ് അല്ലെ. ദെൻ ആഗ്നേയ ഗ്രന്ഥി അതും തെറ്റല്ലേ? തൈമോസിനാണ് അവിടെ തൈറോയ്ഡ് ഗ്രന്ഥി. ദെൻ അഡ്രിനൽ ഗ്രന്ഥി, കോർട്ടിസോൾ, അത് അവിടെ ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ളത് അല്ലെ. ദെൻ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്ന ആര്? സൂക്ഷ്മജീവികൾ, ജന്തുക്കൾ, മലനിരകൾ, സസ്യങ്ങൾ. ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി അല്ലെ, സസ്യങ്ങളാണ് വരുന്നത്. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാവമാണ് ഈ ജീവമണ്ഡലം എന്നൊക്കെ പറയുന്നത് അല്ലെ. ദെൻ കാർസാപ്പ്, കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്ന്? ഏതാ പറയാം? ഓപ്ഷൻ ബി 2018 ഒക്ടോബർ ആണ് അവിടെ വരുന്നത് അല്ലെ. ഒക്ടോബർ ആണ് അവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബയോളജിയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന 30 ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നും കൂടി കമൻറ്റ് ചെയ്യുക. താഴെ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക സൗജന്യ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് എന്നും കൂടി താഴെ കമൻറ്റ് ചെയ്ത് നമ്മൾ ആ ക്ലാസ് എടുത്തു തരുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ എക്സാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക.